അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഇത് ഈ നീളത്തിലുള്ള ചാല് വറ്റിച്ച് മീൻപിടുത്താണ് കേട്ടോ. അപ്പോൾ 2 പമ്പ് സെറ്റുകളൊക്കെ വെച്ച് നമ്മളെ സുഹൃത്തുക്കൾ ഇതിലുള്ള വെള്ളമൊക്കെ അടിച്ച് വിടുന്നുണ്ട്. ഇതിന് തൊട്ടപ്പുറത്തുള്ള കണ്ടത്തിലോട്ടാണ് വെള്ളം അടിച്ചു വിടുന്നത്. അപ്പോൾ ഇത് ഒരു കായലാണ്. അപ്പോൾ കായലിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കായലിൻ്റെ ഒരു അരുഭാഗത്ത് വരുന്ന ഒരു നീളത്തിലുള്ളൊരു ചെറിയൊരു ചാലാണ്, അത്ര വെള്ളമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ 2 കുഴികൾ വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു ഭാഗത്തും ഒന്നതേ ആ ഒരു ഭാഗത്തുമായിട്ട് 2 കുഴികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെയാവും മെയിനായിട്ട് ഇതിലുള്ള മീനുകൾ ഉണ്ടാവുക. അപ്പോൾ മറ്റു ഭാഗങ്ങളൊക്കെ അങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ മുകൾ വശത്ത് നിന്ന് നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ തപ്പലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പറ്റിയ ഒരു ഭാഗത്ത് ഇങ്ങനെ തപ്പി ചെറിയ തോതിൽ മീൻപിടുത്തമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് നമ്മളെ സുഹൃത്തുക്കൾക്ക് ഇതിൽ നിന്ന് എത്രത്തോളം മീൻ കിട്ടും, എന്തൊക്കെ മീൻ കിട്ടും കാര്യങ്ങളൊക്കെ നോക്കട്ടോ. അതേട്ടാ അപ്പം നമ്മളെ ഈ ഒരു നീളഞ്ചാലിന്ന് ഫസ്റ്റ് മീത അവിടുന്ന് ഇട്ടുകൊടുത്ത് കൊണ്ടുപോയി അവിടെ ഇടേട്ടാ. അപ്പോൾ ഈ ഒരു നീളഞ്ചാലിലുള്ള മുകൾ വശം വെള്ളം വറ്റിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ തപ്പി കാര്യമായിട്ട് മീനുകളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ചെറുവക മീനുകളൊക്കെ അല്ലറ ചില്ലറ കിട്ടിയെന്നല്ലാതെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ 2 ചെറിയ തടങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളെ ഫുട്ബോൾ വെച്ചിട്ടുള്ള ഈ ഒരു തടത്തിലുള്ള വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് മീൻപിടുത്തം തുടങ്ങുന്നത്. അപ്പോൾ നീളത്തിലാണെങ്കിൽ 2 തടങ്ങൾ വരുന്നതുകൊണ്ട് മീനുകൾ കംപ്ലീറ്റ് വെള്ളമൊക്കെ ഇളകിയപ്പോൾ അതിലോട്ടൊക്കെ ആയിട്ട് ഒതുങ്ങിയിട്ടുണ്ടാവും എന്നാണ് നമ്മളൊരു പ്രതീക്ഷ, മുകൾ വശത്ത് കാണാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ നോക്കാം നമുക്ക് എത്രത്തോളം കിട്ടും എന്നിട്ടാ. അതട്ടാ പൊരിക്ക് അതടുത്ത പൊരിക്ക് ചെറുവകഥ പൊരിക്കും കണ്ണനൊക്കെ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടത്തരം കണ്ണട്ടാ. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ പുല്ലുകളൊക്കെ അങ്ങനെ മാറ്റി വെച്ച് അതിനടിയിലൊക്കെ വരാലുകൾ കയറി കിടക്കൂട്ട. അപ്പോൾ അതൊക്കെ അങ്ങനെ പുല്ലുകളൊക്കെ മാറ്റി ഇങ്ങനെ നോക്കുന്നുണ്ട്. അതാ പുല്ലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ വന്ന കിട്ടിയൊക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിച്ചൊരു മീൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ പ്രതീക്ഷ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മറ്റൊരു തടം കൂടി ഉണ്ട്. അപ്പോൾ ഇതിലുള്ള മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞ് അതേ മോട്ടർ കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് പിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇനി നമ്മളെ പ്രതീക്ഷ കേട്ടോ. അപ്പോൾ എത്രത്തോളം മീൻ ഇതിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ പമ്പ് സെറ്റൊക്കെ അത് അപ്പുറത്തെ ഒരു പറമ്പിലാണ് വെച്ചിട്ടുള്ളത്. വെള്ളം അടിച്ച് വാർക്കൽ തുടങ്ങിയിട്ടിട്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മളെ സുഹൃത്തുക്കളൊക്കെ അത് തപ്പിപ്പിടുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കത്തുനിന്ന് എത്ര കിട്ടും എന്നൊക്കെ കേട്ടോ. എടുത്ത് പൊരിക്ക് സാധനം പൊരിക്ക് ഇഷ്ടം പോലെ കേട്ടോ. പൊരിക്ക് കേറി വരുന്നോക്കാം. ഏതാ മുക്കല്
അങ്ങനല്ല ബാബുരാജ അപ്പുവിന്റെ പണി കത്തി അപ്പൊ ബാക്കില് ബാക്കില് ഒതുക്കി ഒതുക്കി അപ്പൊ ഇതിലുള്ള മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കിട്ടിയുള്ള മീനുകളൊക്കെ കാണാം. മീനുകൾ കംപ്ലീറ്റ് ഈ ഒരു യെല്ലോ ബോക്സിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ കാണിക്കാൻ വേണ്ടി അതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കിട്ടിയ മീനുകൾ കംപ്ലീറ്റ്. അപ്പൊ കൂടുതൽ നമുക്ക് പൊരിക്കുകളാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു നീളം ചാലിൽ നിന്ന്. അത് കഴിഞ്ഞ് വരാലുകൾ, ഒരു ഇടത്തരം വരാലുകൾ, ഒരു 1/2 കിലോ 3/4 കിലോ വരുന്ന കുറച്ച് വരാലുകളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു 10-25 കിലോ മീൻ പ്രതീക്ഷിച്ചെങ്കിൽ നമുക്ക് ഒരു 10-12 കിലോളം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾക്ക് എന്തായാലും ഓരോരുത്തർക്കുള്ള ഒരു കൂട്ടാമീൻ എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.